അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്, രാവിലെ ഉച്ചയായില്ല. ഞങ്ങൾ പറ്റ ലോക്കായിരുന്നു. ഇവിടെ എന്താ റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട് എന്തൊക്കെയാണ്. നല്ല മഴ, പക്ഷെ ഇന്ന് കുറച്ച് കുറവുണ്ട്. നിൽക്കുന്നതിന്റെ ബാക്കിലാണ് ഇടുക്കി ഡാമാണ് ബാക്കിൽ കാണുന്നത്. ഞങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടേലും പോകണം, വീട്ടിൽ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസ് അടിച്ചു കൊടുത്തിട്ട് ഏതെങ്കിലും നല്ല 2 ലൊക്കേഷൻ നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അതെ, ഓപ്പൺ ആണോന്ന് അറിയില്ല, കാരണം മഴയായിട്ട് ചിലപ്പോൾ അടവായിരിക്കും എന്നൊക്കെ ഇവിടെ ഉള്ളവർ പറഞ്ഞായിരുന്നു. ചായക്കടയിൽ ആ ചേട്ടൻ പറഞ്ഞായിരുന്നു. നോക്കാം നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയിട്ട്. ഈ ഹോട്ടൽ ഞങ്ങൾ പ്രതീക്ഷകൾ അടിപൊളിയായി, കാരണം രാവിലെ എണീറ്റിട്ട് ഞാൻ ഇവന് ഭക്ഷണം എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴൊക്കെ തന്നെ ആ ഇടുക്കി ഡാമിന്റെ രാവിലെ നല്ലൊരു ഭംഗിയുണ്ട്. ഞാൻ അപ്പൊ തന്നെ വിളിച്ചത് വേഗം വായം കുറച്ച് വീടൊക്കെ അറിഞ്ഞിട്ട് അല്ലേ. ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അല്ലേ. ഇന്ന് കുറച്ച് വെയിലുണ്ട് കേട്ടോ, പക്ഷെ ഇന്നലത്തെ കാട്ടിലും അല്ലേ. ആ മലയുടെ അവിടെയൊക്കെ നിറച്ച് കോടയായിരുന്നു ഞങ്ങള് രാവിലെ എണീറ്റപ്പോൾ പോയി. ഇപ്പൊ ഇന്ന് കുറച്ച് വെയിലുണ്ട്, പക്ഷെ ഒരു ബലൂണ് കിട്ടിയിട്ടുണ്ട്, അപ്പൊ അതിലാണ്. അപ്പോൾ ഞങ്ങൾ നിന്ന ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ മഹേഷിൻ്റെ പ്രതികാരം ഷൂട്ട് ചെയ്ത ആ ഗ്രൗണ്ട്, അതായത് ആ ഫൈറ്റ് സീൻ നടക്കുന്ന ഗ്രൗണ്ട്, അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ഡാമിൻ്റെ അടിപൊളി വ്യൂ ഒക്കെയാണ്. അതെ, ഞങ്ങളെല്ലാം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവിടെ ഫുട്ബോൾ കളിക്കാൻ ചെറിയ പയ്യന്മാർ, ഞങ്ങൾ ബൈക്ക് ഇങ്ങോട്ട് കയറ്റിയിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു അവസ്ഥയായിരുന്നില്ല. ആ ബലൂൺ അപ്പുറത്തേക്ക് ഇട്ടിച്ച് അത് കുഴപ്പമില്ല, ഇനി പോകുമ്പോൾ എടുത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ വന്നപ്പോൾ ഇപ്പം മഴ ഉണ്ടായിരുന്നില്ല, വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തപ്പോഴേക്കും മഴ ചാറൽ തുടങ്ങി. അപ്പോൾ പിന്നെ കുട്ടിക്ക് മഴ നനയുന്നുള്ളത് കൊണ്ട് വേഗം ഉള്ളിൽ കയറി. പിന്നെ ഞങ്ങൾ അവനെ ഉള്ളിലാക്കിയിട്ട് ഞങ്ങളെ 2-3 കുറച്ച് പിക്ക് എടുത്തു. അപ്പോൾ വ്ളോഗ് നമുക്ക് പുറത്തു പോയി എടുക്കാനില്ല, മഴയാണ്, കാരണം ഓസ്മോ നനയും. അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ടാണ് ഞാൻ കാണിച്ചു തരാം, പുറത്തെ വ്യൂവും കാര്യങ്ങളും കാണിച്ചു തരാം. മഴ ഇല്ലെങ്കിൽ പുറത്തു കൂടെ നടക്കായിരുന്നു, പക്ഷെ നല്ല മഴയാണ്. നല്ല മഴയല്ല, മഴ ചാറുന്നുണ്ട്. അപ്പൊ കുറവുണ്ട്, ഇതുപോലെയല്ല പെയ്തായിരുന്നു. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. ഒരുപാട് പേര് വരുന്നുണ്ട്, കാറിലൊക്കെ ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയിട്ട് അടുത്ത ലൊക്കേഷൻ പിടിക്കാം. ഇതേ ഇടുക്കി ഡാമിന്റെ വ്യൂ ആണ് കേട്ടോ, ഗ്രൗണ്ടിൽ നിന്നുള്ളത്. നല്ലൊരു വ്യൂ ആണ്. ജസ്റ്റ് മഴ, അതിൻ്റെ അത് കൂടെ റോഡ്, അതുപോലെ ഡാം. ഇതേ ഒരുപാട് പേര് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നല്ല ക്ലൈമറ്റ്. വെയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രത്തോളം ഒരു വ്യൂ കിട്ടത്തില്ല കേട്ടോ. ഇത് ജസ്റ്റ് മഴ, അതിൻ്റെ കൂടെ കോട, നല്ലൊരു വ്യൂ ആണ് ഇപ്പോൾ വന്നപ്പോൾ. വൈകുന്നേരമൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇവിടെ. അതെ അതെ അതെ, വെയിലൊന്നും ഇല്ലാതെ. അപ്പോൾ അതാ ഞങ്ങള് ഇടുക്കി കാണാൻ വന്നിട്ട് മഴയും നിന്നു, എല്ലാം നിന്നു അല്ലേ. മുതലായി ഞങ്ങൾക്ക്, കാരണം ഞങ്ങളിപ്പോൾ ഇടുക്കി ഡാമിൻ്റെ ബാക്ക് വശത്ത് ബോട്ടിങ് ഞങ്ങൾ ഗൂഗിളിൽ വെറുതെ അടിച്ചു കൊടുത്തപ്പോൾ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ബോട്ടിംഗ് ഒന്നുമില്ല, ബോട്ടെല്ലാം അടച്ചു പൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു കാർ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ, അവർ പോയി. ഇപ്പം ഞങ്ങൾ നല്ല മഴയായിരുന്നു, ഞങ്ങൾ കറക്റ്റ് ഇറങ്ങി മഴ പോയി. അതായത് ആ വരുന്ന വഴി തന്നെ കണ്ട പേടിയാവും, കാരണം ഭയങ്കര ഇരുട്ട്, മഴ. എനിക്ക് വണ്ടി ഇങ്ങോട്ട് ഇറക്കി തിരിക്കാൻ വല്ല പാടുണ്ടോന്ന് അറിയില്ല അല്ലേ. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ പിന്നെ അവർ മഴ പെയ്തപ്പോൾ അവർ പോയി, പിന്നെ ഞങ്ങൾ മാത്രമായില്ലേ. ഞങ്ങൾ വന്നിട്ട് 10-20 മിനിറ്റോളായി. ഞങ്ങൾ കുറേ ഫോട്ടോ എടുക്കുന്നു, ഇത് കൂടെ നടക്കുന്നു. ചെക്കനെ ഞങ്ങൾ വെറുതെ വിട്ടു തന്നെയാണ്, അവൻ്റെ ഇഷ്ടത്തിന് നടക്കട്ടെ പറഞ്ഞിട്ട് അല്ലേ ഈ കൂട്ടാ. സ്നേഹിക്കാണെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് മതിയാവുന്നില്ല അല്ലേ. നല്ല കാറ്റാണ്, ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഏതായാലും. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇടുക്കിയിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റത്തെ ഒരു അടിപൊളി സ്പോട്ട് കിട്ടി കാണാൻ വേണ്ടിയിട്ട്. നല്ല വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ് ഇവിടെ ഉള്ളത്. പിന്നെ കുറെ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണല്ലേ ഇവിടെ. തിരക്കുണ്ടെങ്കിൽ ഒരു പ്രൈവസി. ഇപ്പൊ ഈ കാണുന്ന പ്രദേശത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഞങ്ങളൊരു കാറുണ്ട്, വേറെ ആരുമില്ല ഇവിടെ. ബോട്ടിംഗ് എല്ലാം ക്ലോസ് ചെയ്തിട്ട് തോന്നുന്നു, കാരണം മഴ പെയ്ത്. ഞങ്ങളെ പോലെ പ്രാന്ത് വേറെ ആർക്കും ഉണ്ടാവില്ല. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് വരെ നല്ല മഴയായിരുന്നു കേട്ടോ, നല്ല നല്ല മഴ ഉണ്ടായിരുന്നു. ഞങ്ങൾ കരുതി ഇനി എങ്ങോട്ടും പോകാൻ പറ്റില്ല, വണ്ടിയിൽ തന്നെ ഇരുന്ന് സമയം ചെലവഴിക്കേണ്ടി വരുന്നു അല്ലേ. അതെ. ഏട്ടതിന്റെ ഡാം എവിടെയും മൂന്നും എല്ലാ വശവും ഒരുപോലെയാണ്. ലിവി എങ്ങോട്ടാ മീൻ പിടിക്കാൻ വന്നതാ? ലിവിയെ എങ്ങോട്ടാ? അതോ ലിവിക്ക് ഇന്നലെ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു, കാരണം ഫുൾ ടൈം കാറിൽ തന്നെ ആയിരുന്നില്ല. അവന് വിക്രസ് ഒന്നും നടക്കണ്ടായിരുന്നില്ല. എന്നിട്ട് ഇപ്പൊ ഇവിടൊക്കെ നടന്ന്, അതുപോലെ റൂമിന്റെ വായിൽ തരാൻ വേണ്ടി കഴിക്കാനുള്ളതല്ല.
പക്ഷെ ഇന്നലെ നമ്മള് രാത്രി ഭക്ഷണം വാങ്ങാൻ വേണ്ടി നിന്നപ്പോ അവിടെ അവന് ഭയങ്കര സന്തോഷം, അവിടെ ഒരു നായക്കുട്ടീനെ കണ്ടപ്പോ അല്ലേ. അതെ, അതിന്റെ പുറകെയായിരുന്നു കൊറേ നേരം. വീടല്ലേ മോനെ, കാറ്റത്ത് മാറിപ്പോവാണോ? നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്, നല്ല മഴ നിന്നതുകൊണ്ടാണ് നമ്മളൊരു ഭാഗ്യം എത്രയും അല്ലേ. അതെ, അല്ലെങ്കിൽ ഇറങ്ങാൻ പറ്റാതെ ഇതും കണ്ട് പോണ്ടി വന്നായിരുന്നു. വീടല്ലേ മോനെ, പതുക്കെ. ഇപ്പൊ സമയം 1 മണിയായി എന്ന് പറഞ്ഞാൽ തന്നെ വിശ്വസിക്കില്ല അല്ലെ ആരും. 1 മണി കഴിഞ്ഞു. ഒരു വൈകുന്നേരം ഒരു 4 മണി അല്ലെങ്കിൽ രാവിലെ ഒരു 10 മണി ആയൊരു ഫീല് അല്ലേ. വെയിലും ഇല്ല, ഒന്നുമില്ല. ലിവി എന്താ ചെയ്യുന്നത്? കല്ലൊക്കെ പെറുക്കി വീട്ടിലേക്ക് കൊണ്ടുവന്ന്. ഇടുക്കിയിലെ ഓർമ്മകളോ? ഇനി എന്നെ വലുതായിട്ടോ